ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് സിറ്റിയുടെ പല ഭാഗങ്ങളിൽ ലൈറ്റ് ഷോ, അത് മാനേജറിലൊക്കെ നമുക്ക് ലൈറ്റ് ഷോ, അതുപോലെ പുതിയങ്ങാടിയൊക്കെ ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നഗരത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഗതാഗത കുരുക്കാണ്. ഗതാഗത കുരുക്ക് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സിഗ്നലിൻ്റെ പല ഭാഗങ്ങളിലും, മെയിൻ സിഗ്നലിൻ്റെ പല ഭാഗങ്ങളിലും ചില ഭാഗത്തൊക്കെ ലെഫ്റ്റ് സൈഡ് ഫ്രീ ആയി കൊടുക്കാറുണ്ട്. അതെന്തിനാ വെച്ചാൽ പരമാവധി വാഹനങ്ങൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പലപ്പോഴും പല ആളുകളും വാഹനങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് കടന്നു പോകേണ്ടി വലതു ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ പോലും ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ഫ്രീ ആക്കി കൊടുക്കാതെ നിൽക്കുന്ന സമയത്ത് പുറകിൽ ഒരുപാട് വാഹനങ്ങൾ ബ്ലോക്കായി മണിക്കൂറുകളോളം നമ്മൾ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചില ഭാഗം നോ പാർക്കിംഗ് ഏരിയകളിൽ കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്യുക, വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ കോഴിക്കോട് സിറ്റിയിലൊക്കെ റഹ്മത്ത് ഹോട്ടൽ ജംഗ്ഷൻ, അതുപോലെ തന്നെ പുതിയ കോൺട്രസ്റ്റ് കഴിഞ്ഞിട്ട് ഉള്ള ജംഗ്ഷനുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ലെഫ്റ്റ് സൈഡ് ഫ്രീ ആയിട്ട് ആണ് സിഗ്നൽ ഉണ്ടാവാറ്. അതുപോലെ തന്നെ സ്റ്റേഡിയം ജംഗ്ഷൻ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകം വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ഇയർ എൻഡിങ് ടൈമിൽ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് പല ആഘോഷ പരിപാടികളും കോഴിക്കോട് സിറ്റിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. മുഹമ്മദ് അലി പുത്തരത്ത്.